വലിച്ചിട്ട് ഇതിങ്ങനെ ഇടും. അപ്പോൾ ബ്ലാക്കിലേക്ക് ഇടും. രാവിലെ ആ ഷൂ ഇട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൾവേസ് ഈ ഷൂവും ഇതും കൂടി മാച്ചിങ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. എന്നെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയ ടീം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, ഈ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പുള്ളി പറയുന്നത് 100% ശരിയാണ്. പക്ഷേ ഈ ഒരു വീഡിയോക്കകത്തിൽ ആ ഒരു ചേട്ടൻ 3 ഡ്രസ്സിംഗ് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ഇതുപോലുള്ള സ്റ്റൈലായി ഗ്രൂമിംഗ് റിലേറ്റഡുള്ള വീഡിയോസ് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റൈലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന പാൻസ് ആണ്. ഉപയോഗിച്ചിരിക്കുന്ന പാൻസ് നമ്മൾ കോട്ടും കാര്യങ്ങളും ഇടും. നമ്മൾ ഫോർമൽ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ അതിലൂടെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ട്രൗസേഴ്സ് ആണ്. നമുക്ക് ജീൻസ് ഉപയോഗിക്കാം, പക്ഷേ ജീൻസിനെക്കാട്ടിലും ഒരു പ്രൊഫഷണൽ ലുക്ക് തരുന്നത് ഫോർമൽ ട്രൗസേഴ്സ് ആണ്. അപ്പൊ എപ്പോഴും ഫോർമൽ ട്രൗസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്ന കോട്ടിന്റെ ലെങ്ത് ആണ്. കോട്ടിന്റെ ലെങ്ത് നമ്മുടെ കൈ താത്തിടുമ്പോ കോട്ടിന്റെ ലെങ്ത് എപ്പോഴും നമ്മുടെ ഈ ഒരു നക്കിളുടെ ലെവലിൽ വേണം കോട്ടിന്റെ ലെങ്ത് കിടക്കാനായിട്ട്. മൂന്നാമത്തെ സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പാൻസിന്റെ ലെങ്ത് ആണ്. പാൻസിന്റെ ലെങ്ത് ഈ ഒരു വീഡിയോ നല്ല കൂടുതലാണ്. പാൻസിന്റെ ലെങ്ത് എപ്പോഴും ഒന്നെങ്കിൽ ക്വാർട്ടർ ബ്രേക്കിലോ അല്ലെങ്കിൽ നോ ബ്രേക്കിലോ വേണം നമ്മൾ ഫോർമൽ ഔട്ട്ഫിറ്റ് ഇടുമ്പോൾ കിടക്കാനായിട്ട്. സോ ഈ 3 സ്റ്റൈൽ മിസ്റ്റേക്ക് പുള്ളി മാറ്റിയാൽ തന്നെ പുള്ളിയുടെ ഔട്ട്ഫിറ്റ് നല്ലതുപോലെ എൻഹാൻസ് ആവും. അപ്പൊ ഇതൊരിക്കലും ഒരു നെഗറ്റീവ് വീഡിയോ അല്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണം നിങ്ങൾ ഫോളോ ആയിട്ട് ശ്രമിക്കുക. അഡിയോസ്.